മക്കളിലും അനുഗ്രഹം ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. എല്ലാ നേരത്തും കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിവേകിയായ സൃഷ്ടാവും നാശത്തിൽ വിതയ്ക്കപ്പെട്ട പരേതരെ നാശമില്ലായ്മയിൽ ഉയർപ്പിക്കുന്ന യഥാർത്ഥ പുനരുത്ഥാനവുമായ കർത്താവേ നിനക്ക് സ്തുതി. ചിതയും ബലഹീനങ്ങളുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുന്നവനും ആത്മാക്കളെ അവകാശമുള്ള ശരീരങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവനും അപമാനകരമായ അവസ്ഥയിൽ നിദ്ര പ്രാപിച്ചവരെ മഹിമയിൽ ഉയർപ്പിക്കുന്നവരുമായ നിനക്ക് തന്റെ ദാസിയുടെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ഒരിക്കലും കഴിഞ്ഞു പോകാത്തവനുമാകുന്നത് ഇവനെ കഴിഞ്ഞു പോകുന്നതും മരണത്തിനതീതവുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ശരീരത്തിലിരിക്കുന്നവരുടെയും ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെയും ആത്മാക്കളും ചൈതന്യവും ഈ മൂലമാണല്ലോ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം സഹായത്തിനുമായി മുൻകൂട്ടി കരുതുന്നവനാണല്ലോ. ലോക ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രയോജനമുണ്ടെന്ന് എപ്പോഴാണ് ഓരോരുത്തരും ഇവിടെ വാങ്ങിപ്പോകുന്നതും നീ അറിയുന്നുവല്ലോ. നിന്റെ പരിപാലനയുടെ അഗ്രാഹ്യമാം തീർപ്പുകളും നിന്റെ നീതിയുടെ അളക്കാരവാക്കാഴും അനുസരിച്ചിയാത്മാവേ ദയാനുകമ്പയുടെയും ആർദ്രകരുണയുടെയും സമൃദ്ധിക്കനുസരിച്ച് സ്വീകരിക്കണമേ. മറുലോകത്തിലേക്കുള്ള ഭയാനകമാകുന്ന പ്രയാണത്തിൽ നേരിടാവുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് വിടുവിച്ചതിനെ അനുയാത്ര ചെയ്യുന്ന പ്രശാന്തമായ മാലാഖമാരുടെ കൈകളാൽ നയിക്കണമേ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നതും പാർക്കുന്നതും ഒരു നിമിഷം മാത്രമാണെന്നിരുന്നാലും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ കളങ്കമില്ലാത്തവൻ ഒരുവൻ പോലുമില്ലാത്തതിനാൽ മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെ ഈ ദാസ്യജയത്തിനുള്ള സകല തെറ്റുകളും പാപങ്ങളും അളവില്ലാത്ത നല്ലതയിൽ പ്രകാരം ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പൊടിയാണെന്നും പാപത്തിൽ കുടുങ്ങിയിരിക്കുന്നവരാണെന്നും ഓർത്ത് എല്ലാവരോടും കരുണയും ദൈവമുള്ളവനാണ് കർത്താവേ. കൃപാഹൃദയപൂർവമായ ദുഃഖത്തോടെ ഞങ്ങൾ വിലപിക്കുന്നതിനാ നിന്റെ കൃപയും സ്നേഹ മസൃണമായ ദൈവം നീ നിന്റെ ദാസിയോട് കാണിക്കണമേ. പ്രകാശത്തിന്റെ വാസസ്ഥലങ്ങളിലുള്ള സ്വർഗീയ വിശ്വാസങ്കേതങ്ങളിലും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ യഥാർത്ഥ ജെറുസലേമാകുന്ന സഭയിലും വസിക്കുവാൻ ഈ സിസ്റ്ററിന് ഇടയാക്കണമേ. നവ്യാജമായി നിന്റെ വാക്കുകളനുസരിച്ച് പരിശുദ്ധമാലാകമാർ മുഖാന്തരം സ്വർഗത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ശക്തിയിലും വലിയാമാത്വത്തിലും ആകാശമേഖലകളിൽ നീ ആഗതനാവുകയും ജീവിതായമായ നിന്റെ ശബ്ദത്താൽ കബറിലുള്ളവർ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നിന്നും
വാങ്ങിപ്പോയോളം ഏർപ്പെട്ടു പോയോളമായ ഈ നിന്റെ ദാസിയെ കർത്താവേ നീ കരുണയോടെ ഓർക്കണമേ. നിന്റെ ഭയങ്കര ന്യായാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ നിന്യമാകുന്ന പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ ഇവളുടെയും ഞങ്ങളുടെയും ദുഷ്കൃത്യങ്ങളെ നിന്റെ കരുണാവരണം ചെയ്യണമേ. നിന്റെ പരിശുദ്ധകരങ്ങളാൽ ഞങ്ങളെ നീ രൂപപ്പെടുത്തി കർത്താവേ നിന്റെ ചായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർത്തി. നിന്റെ പരിശുദ്ധ പീഡാനുഭവത്താൽ ഞങ്ങളെ നീ രക്ഷിച്ചു. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ദുരിതം തന്നെ. നല്ലവനെ ക്ഷമിക്കണമേ, കാരുണ്യവാനേ ദയതോന്നണമേ. നിന്റെ മുൻപാകെയുള്ള എല്ലാ തെറ്റിൽ നിന്നും അപമാനത്തിൽ നിന്നും വരുവാനിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപങ്ങളാലും ദുഷ്പ്രവർത്തികളാലും മലിനമാക്കപ്പെട്ടവർക്ക് ആക്ഷേപം കൂടാതെയുള്ള അന്ത്യവും നീ ആഗതനാകുന്ന അന്ത്യദിനത്തിൽ നിന്റെ മുമ്പാകെ മുഖപ്രസന്നതയും പ്രദാനം ചെയ്യണമേ. എന്തെന്നാൽ നീ എല്ലാവരോടും ദൈവമുള്ളവനും കരുണയുള്ളവനുമായ ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം കൃതജ്ഞതയും ആരാധനയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കും. ഓശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും പ്രാപിക്കുമാറാകട്ടെ. രാജ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും ദൈവം വിളിച്ച വേർതിരിച്ച ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ തിരുവനന്തപുരം പ്രൊവിൻസിലെ മുതിർന്ന ഒരമ്മയുടെ നിര്യാണത്തിൽ പ്രാർത്ഥനാപൂർവ്വം നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഈ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസവും സമയമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ അമ്മയുടെ ആത്മാവിനെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ മാർത്ത മറിയം സഹോദരിമാരുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ മാർത്ത മറിയം സഹോദരിമാരോട് ഇപ്രകാരമാണ് പറയുക: മാർത്ത മാർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് മറിയത്തെക്കുറിച്ച് ഈശോ മാർത്തയോട് പറയുന്നു.
ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ അമ്മയെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഓർക്കാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്ത ഒരമ്മയുടെ നിര്യാണത്തിലാണ് നാം ഓരോരുത്തരും പങ്കുചേരുക. തിരഞ്ഞെടുപ്പുകളാണ് ഒരാളെ അവരെന്താണോ അത് ആക്കി തീർക്കുന്നത്. ഈ അമ്മ ദൈവസന്നിധിയിൽ നിർവഹിച്ച ദൈവിക സമർപ്പണത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പാണ് ഈ അമ്മയെ പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട സന്യാസ ജീവിതത്തിലൂടെ തെളിമയുള്ള ആത്മാക്കൾക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന സ്വർഗ്ഗത്തിൻ്റെ സമ്മാനം നൽകുവാൻ പര്യാപ്തമാകുന്ന സന്യാസത്തിൻ്റെ വിളിയിലേക്ക് നയിച്ച് ആ സന്യാസ ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ ഈ അമ്മയെ ചേർത്ത് ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ സന്യാസിനിയായി ജീവിച്ച് തൻ്റെ ജീവനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ വിദാസിക്ക് ഇടയാകുന്നത് ഇവളുടെ ഈ തിരഞ്ഞെടുപ്പാണ്. അവൾ തിരഞ്ഞെടുത്ത നല്ല തിരഞ്ഞെടുപ്പ്. പുസ്തകനികമാരുടെ ഉപമയിൽ മത്തായി സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാത്രങ്ങളിൽ എണ്ണയും വിളക്കോടൊപ്പം എടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 5 വിവേകമതികളായ കന്യകകൾ അമ്മയെ സംബന്ധിച്ച് പ്രാർത്ഥനാപൂർവ്വം തൻ്റെ തിരഞ്ഞെടുപ്പ് നിർവഹിക്കുകയും തുടർന്ന് കടന്നുപോയ ശുശ്രൂഷ മേഖലകളിലെല്ലാം ഒരുക്കത്തോടെ അനുദിനം ദൈവസന്നിധിയിൽ ഇരിഞ്ഞ് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ജീവിതത്തിൻ്റെ എണ്ണ കരുതി സൂക്ഷിച്ച് അത് അവസാന ദിവസം വരെയും കാത്തു സൂക്ഷിച്ച ഒരമ്മയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കും. ഈ അമ്മ നമുക്ക് നൽകുന്ന 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവസന്നിധിയിലെ എത്രമാത്രം ആലോചനയോടെ ഉചിതമായി ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ്. രണ്ടാമത് നാം തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിൻ്റെ വഴികളിൽ വിളികളിൽ ആ തിരഞ്ഞെടുപ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവോളം പ്രകാശിപ്പിക്കുവാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ എണ്ണ നാം കരുതുന്നുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യം ഈ അമ്മ നമ്മുടെ മുമ്പിൽ ഉയർത്തുകയും സന്യാസ ജീവിതത്തിൻ്റെ ആരംഭ ദിവസങ്ങൾ മുതൽ ഇന്നുവരെയും ഈ അമ്മ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വസ്തതയിൽ ആയിരിക്കുകയും ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ നിരന്തരം പ്രകാശിക്കപ്പെടുവാനായി എണ്ണ കരുതുകയും ചെയ്തവരാണ്. നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് മാറട്ടെ. ദൈവകരങ്ങളിലേക്ക് ഈ അമ്മയുടെ ആത്മാവിനെ സമർപ്പിക്കാൻ സ്വർഗം നിത്യസമ്മാനം ഈ അമ്മയ്ക്ക് നൽകുന്നു എന്നത് നിശ്ചയമാണ്, ഉറപ്പാണ്. സ്വർഗസന്നിധിയിൽ രഹസ്യം ആയിരിക്കുകയും നാമം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി ദൈവസന്നിധിയിലേക്ക് കടന്നിരുമ്പോൾ ഈ ആത്മാവിനെ അമ്മയുടെ ആത്മാവിനെ കാണുവാനും സ്വർഗത്തിൻ്റെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും നമ്മെ ഒരുക്കണമേ എന്ന ഈ അമ്മയെ പ്രത്യേകം ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാവേലിക്കര രൂപത അധ്യക്ഷൻ അഭിനയനായ പോളിക്കാർപ്പസ് മെത്രാപ്പൊലീത്ത തിരുമേനി സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അഭിനയ പിതാവിനെ പകരം ഞാനോട് നിൽക്കുന്നത്. അഭിനയ പിതാവിൻ്റെ പേരിൽ അതുപോലെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം പ്രോവിൻസിലെ എല്ലാ ബഹുമാനപ്പെട്ട സന്യാസിനിമാരോടും പ്രൊവിൻഷ്യാളങ്ങളോടും ഞങ്ങളെല്ലാവരോടും ഈ അമ്മയുടെ നിര്യാണത്തിലുള്ള മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രത്യേകമായ അനുശോചനവും പ്രാർത്ഥനയും നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൻ്റെ ഈ ദുഃഖത്തിൽ മാവേലിക്കര ഭദ്രാസനവും ഭദ്രാസനത്തിലെ വൈദിക സഹോദരങ്ങളും രൂപതാധ്യക്ഷനും ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. സർവശക്തനായ കർത്താവ് ഈ അമ്മയുടെ ആത്മാവിനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി സ്വർഗ്ഗത്തിൻ്റെ സമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിലും ഈ അമ്മയുടെ നിര്യാണത്തിൻ്റെ വേർപാടിലും ഞങ്ങളും ഒപ്പമായിരുന്നുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി രൂപതയുടെ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്ക് സന്ധ്യാപ്രാർത്ഥന നടത്താം. സാധാരണ പ്രാർത്ഥന ക്രമത്തിലെ പ്രാർത്ഥനയായിരിക്കും ഇന്ന് നാം നടത്തുക. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ, അനുകൂലത്തിന്റെ ദിവസത്തിൽ എന്റെ സൃഷ്ടിയെ അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തോടുകൂടെ മരിച്ച നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുറപ്പെടണമേ. അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെയും വഴിയിലവരെ പാർപ്പിക്കണമേ. വന്നവരും ആർപ്പിക്കുന്നവരും മരിച്ചവരെ അനുകൂലമാക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവരാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് സിദ്ധിമാരാകണമേ. ആമേൻ. യേശുമിശിഹ, നിന്റെ കരുണയുടെ വാഗ്ദത്തങ്ങളുടെ നേടിയെടുക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം ആകുപോകാനായി നിന്റെ സ്നേഹം കൈവിടരുത്. ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ നമിക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ മുടക്കരുതേ. ദൈവമേ, കരുണീയവനായ ഞങ്ങളുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനേ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കരുണയുണ്ടായി ഞങ്ങളുടെ യാചനകൾ നൽകണമേ. ആമേൻ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പുറകിയച്ചരുളണമേ. അറിവും അനുഗ്രഹവും നിന്റെ കേട്ടളവോട് ഞാൻ എന്നും നിൽക്കാറാകണമേ. വീണ്ടും ഉറങ്ങിടതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ. ഞാൻ അക്രമമുടമേ ചെയ്യാതെ കാക്കണമേ നാഥ കൃപയാൽ. നിദ്രയാൽ പാപം ചെയ്യിൽ നിൻ കൃപമോചനം
വാഴ്ചകളിൽ പായാതെ രക്ഷിക്കാം. ഉറങ്ങുന്നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാരിരാവിൽ കാക്കണമെന്നേ. എന്റെ അവശേഷം കാക്കോദരനെ നിന്നെ ഞാൻ രക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ ഞാൻ. ആശ്വാസത്തോടുറങ്ങുമെനിക്കാവുക നിന്റെ കങ്കാവൽ. ഈ നിൻ സദൃശമതാം സൃഷ്ടി കേൾക്കണമേ നീ സ്വാതന്ത്ര്യം. നിൻ കൈവേലയതാമേ നിന്റെ വലം കൈവേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണക്കോട്ട വളർന്നേ. നീയുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നൽരൂപം പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ. നിൻ മാതൃപ്രാർത്ഥനയാലെ ശയ്യക്കണയരുതേ ദുഷ്ടൻ. സാത്താനെന്നെ കൊല്ലായ്വ തിരുവലി അവനെ വിലക്കണമേ. നിൻ വാക്കെങ്കിൽ നിവർത്തിക്കാൻ നിൻ പുരുഷനെ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നെക്കാൾ എന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. നിന്റെ ഇഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. എഴുന്നൊരു രാവുമനെ ഏകടമേനൽ സന്ധ്യയതും. വെളിവിൽ തന്നെ നിൻവാസം. വെളിവിൽ പുത്രന്മാർ നിന്നെ തന്നെ വന്ദിച്ചിടുന്നു. വസിക്കുന്നൊരകത്തിൽ രക്ഷകനാമീശോ സ്തോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിലുണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി. അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രമാരാകർഷിച്ചേറവർത്തിപ്പവനെ പ്രാർത്ഥന കേൾക്കേറെയുടെയും മാലാഖകളുടെയും നാഥ. ത്രിത്വൈകത്വമേകത്വമായി സ്തുതി ചെയ്യും. സത്യേകപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ യാചന നൽകിയിടുന്നവനെ പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. പ്രിയനായിസോ പ്രിയനായിസോ പ്രിയനായിസോ. പരിശുദ്ധനായ മാനവരാനേ, നിന്റെ പരിശുദ്ധരാമകാരനെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രകപുരാനെ നിന്റെ ജയമുള്ള സ്നേഹായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പരിശുദ്ധനായ ലോകാതുരാനെ ഞങ്ങളെ നിന്റെ നിവാസത്തിന് ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ശിലകളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പാരന്മാരത്തിന് തന്റെ മുറയിലിരിക്കുന്നവൻ ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും സങ്കീർത്തനവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. രക്ഷിക്കും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് എന്നെ രക്ഷിക്കും. അവന്റെ ഈശ്വരന്റെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം തന്റെ ചുറ്റും ആയുധമായിരിക്കും. ഈ രാത്രിയിലെ കല്ലിനെയും പരപ്രസന്നാസനത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും മധ്യാഹ്നത്തിൽ വീശുന്ന കൊടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല. നിന്റെ ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലതു ഭാഗത്ത് 10,000 വീഴും. എങ്കിലും അവർ അതിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും. എന്റെ നാഥനാസനത്തിൽ ഉയരങ്ങളാക്കിയ എന്റെ ശരണമായ കർത്താവായിരിക്കുന്നു. ദോഷത്തിനോടടുക്കുകയില്ല. ശിക്ഷണയെ വാസസ്ഥലത്തിന് സമീപിക്കുകയില്ല. എന്റെ നാഥന്റെ സ്ഥലങ്ങളിൽ നിന്നെ കാക്കേണ്ടതിന് അവനെ കുറിച്ച് മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിന്
സ്ഥിരപ്പെട്ട് സിംഹത്തെ പരിവാഹമേ നീ വിളിക്കും. അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അവനെ വിളക്കി ഞാൻ അവനോട് പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് പോയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളേർത്ത് എന്നെ സഹായിക്കുന്നവരുണ്ടെന്ന് വരും. നിന്നെ കാവലുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാർ പുറത്തു പോവുകയില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലതു കൈ കൊണ്ട് നിനക്ക് നേടും. കർത്താവ് സകലദോഷങ്ങളിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. അവൻ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ കരുണയും ചിറകുകളുടെ നിഴലിൻ കീഴിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനേ, നിന്റെ കരുണയാ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനപൂർണമായ ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പരിഹരിച്ച് വിഗോപരവുമായ രണ്ട് ലോകങ്ങളിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലതു കൈ ഞങ്ങളുടെ മേൽ ആശ്വസിപ്പിക്കണമേ. നിന്റെ പ്രസവിച്ചമറിയാമെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ സ്ഥാനത്തേക്ക് വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനത്തേക്ക് വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീയമാത്തുള്ള ത്രിത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീയമാത്തുള്ള ത്രിത്വമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധീയമാത്തുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവൻ. നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ വലിയ ബോധത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സമേതം പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർത്തലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അനുസരണത്തിലേക്ക് തിരുസഭയുടെ ഐക്യത്തിലേക്ക് തിരിച്ചു വരുത്തേണ്ടവേ ലോകമാകെയുള്ള നിന്റെ തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ തലവനായ പരിശുദ്ധ ലയോ 14 പാപ്പായെ ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മോറാനോ ബസേലിയോസ് ക്ലേമിയസ് കാതോലിക്ക ബാബായെ അവോൻമോ സിൽവാനോസ് എപ്പിസ്കോപ്പായെ സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാവാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ വൈദികരെയും വൈദ്യ വിദ്യാർത്ഥികളെയും സന്യാസിനികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശകരെയും പ്രദേശവാസികളെയും അനാഥരെയും പൗരരേതരെയും തൊഴിലെതിരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും മാതൃകാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെടുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സകല ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. എന്റെ കൃപകളാണ് ഐശ്വര്യങ്ങളാണ് ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളും ദൈവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ ശിഷ്ടായുസിനെ ഞങ്ങളെ തന്നെയും
മറിയം, പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സംസർഗവും ആവാസവും ഇപ്പോൾ ഞങ്ങൾക്കുണ്ടാകണമേ. മാതാവിന്റെ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. വിശുദ്ധമാതാവേ, രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. എന്നിലുള്ള സർവ്വവും എന്റെ പരിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. അവന്റെ ഉള്ളിലെനിക്കെന്തോ സുഖം, തേജസ്സേറും കേരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായുമുണ്ടവിടെ, കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പമുണ്ട്. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ, ഇന്നും എന്റെ രക്ഷയവൻ. യാഗപീഠ മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭഗോല ബോലബ്രോവൽ റൂഹോ ഖാദിശോ പാപമാകുന്ന മരണത്തിൽ നിന്ന് മരണമുള്ളവരെ സ്വതന്ത്രരാക്കുവാൻ ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തിൽ നശ്വര ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സന്യാസിനിക്ക് പരിപൂർണമായ ആത്മവിശ്രാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ വിരുന്നിൽ അതിഥികളോടൊപ്പം ഈ സന്യാസിനിയെ ഇരുത്തേണമേ. എന്തെന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായ നീ നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു. മോറൻ വാഴ്ത്തുക നാഥനയന്നാത്മാവേ, ഹല്ലേലൂയ. ജീവിതകാലം ഞാനവനെ വാഴ്ത്തിയിടും. മനുഷ്യകുലത്തിനു രക്ഷയുമില്ല. ഹല്ലേലൂയ.
വേറിട്ടോരാത്മം ഭൂവിൽ തിരികെ വരും. പാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മിന്നോലം വാദാമലോലം വൽമീനാമി. എന്റെ ശരീരം ഭക്ഷിച്ചും എൻ രക്തം പാനം ചെയ്തും എന്നിൽ വിശ്വാസമിയെന്നോ എന്നിലും അവനിൽ ഞാനുമെഴും. അവസാനത്തിനെ ഞാനവനെ എഴുന്നേൽപ്പിക്കും എന്നേവം അരുളി ചെയ്തൊരു ദേവേശ. ദാസിക്കു ധ്യാനം നൽകാം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിവേകിയായ സൃഷ്ടാവും നാശത്തിൽ വിതയ്ക്കപ്പെട്ട പരേതരെ നാശമില്ലായ്മയിൽ ഉയർപ്പിക്കുന്ന യഥാർത്ഥ പുനരുദ്ധാനകരമായ കർത്താവിന് സ്തുതി. ചിതറിയവയും ബലഹീനങ്ങളുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുന്നവനും ആത്മാക്കളെ അവകാശമുള്ള ശരീരങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവനും അപമാനകരമായ അവസ്ഥയിൽ നിദ്ര പ്രാപിച്ചവരെ മഹിമയിൽ ഉയർപ്പിക്കുന്നവനുമായ തനിക്ക് തൻ്റെ സന്യാസിനിയുടെ ശവസംസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. മരണരഹിതനും ഒരിക്കലും അഴിഞ്ഞു പോകാത്തവനുമായ ദൈവമേ, അഴിഞ്ഞു പോകുന്നതും മരണത്തിന് അധീനവുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ കർത്താവും നിർമ്മാതാവുമേ, ഋജുമനസ്സുകളുടെ ആശ്രയമേ, നീതിമാന്മാരുടെ പ്രത്യാശയുമേ, ശരീരത്തിൽ ഇരിക്കുന്നവരുടെയും ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുടെയും ആത്മാക്കളും ചൈതന്യവും നീ മൂലമാണല്ലോ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും രക്ഷയ്ക്കും സഹായത്തിനുമായി നീ മുൻകൂട്ടി കരുതുന്നവനുമാണല്ലോ. ഇഹലോക ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രയോജനമുള്ളവ എന്തെന്നും എപ്പോഴാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് വാങ്ങിപ്പോകുന്നതെന്നും നീ അറിയുന്നുവല്ലോ. നിന്റെ പരിപാലനയുടെ ആഗ്രാഹ്യമായ തീർപ്പുകളും നിന്റെ നീതിയുടെ അളക്കാനാവാത്ത ആഴവും അനുസരിച്ച് ഈ സന്യാസിനിയുടെ ആത്മാവിനെ ദയാലുകമ്പയുടെയും ആർദ്രകരുണയുടെയും സമൃദ്ധിക്കനുസരിച്ച് സ്വീകരിക്കണമേ. മറുലോകത്തിലേക്കുള്ള ഭയാനകമായ നിന്റെ പ്രയാണത്തിൽ നേരിടാവുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് വിടുവിച്ച് അതിനെ യാത്ര ചെയ്യുന്ന പ്രശാന്തമായ മാലാഖമാരുടെ കൈകളാൽ നയിക്കണമേ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നതും പാർക്കുന്നതും ഒരു നിമിഷം മാത്രമാണെന്നിരുന്നാലും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ കളങ്കമില്ലാത്തവൻ ഒരുവൻ പോലും ഇല്ലാത്തതിനാൽ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ഈ നിന്റെ സന്യാസിനി ചെയ്തിട്ടുള്ള സകല തെറ്റുകളും കുറവുകളും അളവില്ലാത്ത നിന്റെ ദയയിൽ പ്രകാരം ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പൊടിയാണെന്നും പാപത്തിൽ കുടുങ്ങിയവരാണെന്നും ഓർത്ത് എല്ലാവരോടും കരുണയുള്ളവനായ കർത്താവേ, ഹൃദയപൂർവമായ ദുഃഖത്തോടുകൂടി ഞങ്ങൾ വിലപിക്കുന്നതിനാൽ നിന്റെ കൃപയും സ്നേഹസ്മരണമായതയും നീ ദാസിയോട് കാണിക്കണമേ. പ്രകാശത്തിന്റെ വാസസ്ഥലങ്ങളിൽ സ്വർഗീയ വിശ്രമ സങ്കേതങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ യഥാർത്ഥ ജെറുസലേമാകുന്ന സഭയിലും വസിക്കുവാൻ ഈ സന്യാസിനിക്ക് ഇടയാക്കണമേ. നിർവ്യാജമായ നിന്റെ വാക്കുകൾ അനുസരിച്ച് പരിശുദ്ധ മാലാഖമാർ മുഖാന്തരം സ്വർഗത്തിന്റെ 4 കോണുകളിൽ ഈ ദാസിയെ നിലനിർത്തണമേ. ഈ നിന്റെ ദാസിയെ കർത്താവേ നീ കരുണയോടെ ഓർക്കണമേ. നിന്റെ ഭയങ്കര ന്യായാസനത്തിന് മുമ്പാകെ ഞങ്ങളുടെ നിന്ദ്യമായ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ ഈ ദാസിയുടെയും ഞങ്ങളുടെയും ദുഷ്കൃത്യങ്ങളെ നിന്റെ കരുണയാവരണം ചെയ്യണമേ. നിന്റെ പരിശുദ്ധ കരങ്ങളാൽ ഞങ്ങളെ നീ രൂപപ്പെടുത്തി കർത്താവേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർത്തി നിന്റെ പരിശുദ്ധ പീഡാനുഭവത്താൽ ഞങ്ങളെ നീ രക്ഷിച്ചു.
ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ദുരിതം തന്നെ. നല്ലവനെ ക്ഷമിക്കണമേ, കാരുണ്യവാനെ ദയ ചെയ്യണമേ. നിന്റെ മുമ്പാകെയുള്ള എല്ലാ ലജ്ജയിൽ നിന്നും അപമാനത്തിൽ നിന്നും വരുവാനിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപങ്ങളാലും ദുഷ്പ്രവർത്തികളാലും മലിനമാക്കപ്പെട്ടവർക്ക് ആക്ഷേപം കൂടാതെയുള്ള അന്ത്യവും നീ ആഗതനാകുന്ന അന്ത്യദിവസത്തിൽ നിന്റെ മുമ്പാകെ മുഖപ്രസന്നതയും പ്രദാനം ചെയ്യണമേ. എന്തെന്നാൽ നീ എല്ലാവരോടും ദയവുള്ളവനും കരുണയുള്ളവനുമായ ദൈവമാകുന്നവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കും. ദൈവത്തിന്റെ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നാഥകള്ളൻ പോൽ വന്നിടുന്നേ, മരണത്തിൻ സമയമുള്ളൊരു പ്രാർത്ഥന കൈക്കൊള്ളുക. ആത്മാവിനെ ഇവൾ നിൻ കൈകളിൽ ഏൽപ്പിച്ചു. കരുണയോടെ കൈക്കൊള്ളുകതിനെ ദയയിൻ വാരിധിയെ. എൻ പാപങ്ങൾ മോചിക്കണമേ, നിൻ മഹിമാ രക്ഷയുമേകണമേ. മനുജപ്രിയനേ, നിൻ കൃപയാൽ ആശയെ സരളണമേ. ബാരക്കുമോ ബഹുല ബോല ഗുരുവൻ റൂഹു കാദീശോ. മെൻമോലം മാതാവലോലം വൽമീനാമിന ഹല്ലേലൂയ. നാഥാനിൻ സത്യത്തിൽ പാലിച്ചവരാ നിരക്ഷതനാത്മാക്കൾ നിന്നെ പാർക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ കബറിൽ നിന്നും ഉദ്ധിതനായവനിൻ പ്രത്യക്ഷതയെ നോക്കുന്നു. എൻ പാപങ്ങൾ മോചിക്കണമേ, തീരും ദാസിയെ കീഴടമേ. നിൻ മണവറയിൽ മോദിപ്പാൻ ഭാഗ്യം നൽകണമേ. പരിശുദ്ധൻ താനുരചേ ദേവം നിർമ്മലമാനസരെ ഭാഗ്യം നിങ്ങൾ കൊണ്ടാ. ഉന്നതരാജ്യ ജീവൻ നിങ്ങൾ പ്രാപിക്കുന്നോരം പൈതൃകമായെന്നേക്കും. വ്രതനിഷ്ഠേ വാഴ്ത്തപ്പെട്ടോ. പുനരുത്ഥാനത്തിനെ വാഴ്വാനിടും സഹജേ. താൽക്കാലികമേ മണവറയെയും സുഖഭോഗങ്ങളെയും വിട്ടതിനാൽ നീ ധന്യ. ഏതൻ മണവറ അവകാശിപ്പാൻ നീഴൽ പോൽ പാഞ്ഞിടും മോഹങ്ങളെ നീ തള്ളി. പുനരുത്ഥാനദിനെ
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജീവസ്വരമതുണർത്തണമേ
കബറീനം പറുദീസായ്ക്കായി സ്തോമൻ കാലുസ്തുതിയിലായിസോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ ആരോടെഴുന്നേറ്റു സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീഴാന എന്നും അവൻ ജീവിപ്പാൻ അകറ്റിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്റെ മഹത്വം മരമതിനു വീരേ കർത്താവേ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ഹസ്യോയെ നമ്മൾ വിശ്വാസപൂർവ്വം പ്രത്യാശപൂർവ്വം തൻ്റെ നിത്യ സമ്മാനത്തിനായി യാത്രയാക്കുകയാണത്. ദൈവസന്നിധിയിൽ ആഴമുള്ള നന്ദിയുടെ വികാരങ്ങളോട് നാം ആയിരിക്കുവാൻ കടപ്പെട്ട മുഹൂർത്തമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയയും പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതവും സന്യാസ ശുശ്രൂഷകളും. എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയയെ പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് തന്നെ പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയോ സിസ്റ്റർ കിമിലീന ഇവരൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ മാതൃകായോഗ്യമായ പരിശീലനം, പ്രത്യേകിച്ച് നമ്മുടെ DOC വഴിയായി നൽകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നൊക്കെ പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയോടും മിലിയനോടൊക്കെ ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള ധാരാളം അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ, പ്രത്യേകിച്ച് ഹസിയോയുടെയൊക്കെ കുഞ്ഞുങ്ങളോടുള്ള വലിയ അടുപ്പവും അവരെ നല്ല മൂല്യങ്ങൾ വളർത്തുവാനുള്ള പ്രത്യേകമായ താല്പര്യവും സമർപ്പണവുമൊക്കെ വളരെ അടുത്ത് നിന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ആരോഗ്യമുള്ള സമയമൊക്കെ പ്രകാരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനും അവരെ സത്സ്വഭാവികളായി ദൈവസ്നേഹമുള്ളവരായി വളർത്തുവാനും എത്രമാത്രം സമർപ്പണവും ത്യാഗവും പ്രിയപ്പെട്ട സിസ്റ്റർ സാക്ഷിച്ചു. എന്നും വളരെ കുലീനമായി മാത്രം പെരുമാറി കണ്ടിട്ടുള്ള ഒരു സിസ്റ്ററാണ്. തീർച്ചയായും എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച വലിയ ഒരു പരിശീലനത്തിൻ്റെ പിൻബലമുണ്ട്. നല്ല മൂല്യങ്ങളും സുവിശേഷ മൂല്യങ്ങളുമൊക്കെ ധാരാളമായി ഉൾക്കൊള്ളുവാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം പ്രിയപ്പെട്ട സിസ്റ്ററിനെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സന്യാസിനി സമൂഹം ലഭിച്ച ആ ഒരു പരിശീലനവും ഞാൻ വളരെ ധന്യമായ ഒരു സന്യാസ ജീവിതം ജീവിക്കുവാനും സന്യാസ ശുശ്രൂഷ ചെയ്യുവാനും പ്രിയപ്പെട്ട സിസ്റ്ററിനെ പ്രാപ്തിയാക്കി ശക്തിയാക്കി. ദൈവസന്നിധിയിൽ ധന്യമായ ഈ ഒരു ജീവിതത്തെ ഓർമ്മ നന്ദി പറയാം. പ്രിയപ്പെട്ട സിസ്റ്റർ നമുക്ക് നൽകിയ നല്ല സാക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതം ഉൾക്കൊള്ളുവാനും അത് വർത്തമാനമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയോയുടെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട്, നാലാഞ്ചിറ പ്രോവിൻസിനോട്, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയോട്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട് എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ അനുശോചനം എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ശുശ്രൂഷിക്കുന്ന പാറശാല ഭദ്രാസനത്തിൻ്റെ ദൈവജനത്തിൻ്റെയും സന്യസ്തരുടെയും വൈദികരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും
വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പരിശുദ്ധരുഹായുമായുള്ളവേ, ബലഹീനതകളും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ ഔസേബിയോസ് പിതാവേ, ബഹുമാനപ്പെട്ട ജോസച്ച, പ്രിയപ്പെട്ട ആന്റണിയച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സന്യാസ സമർപ്പണത്തിന്റെ സൗരഭ്യം ആയിരുന്ന ഇടങ്ങളിലൊക്കെ പരത്തി ഇന്ന് സ്വർഗീയ രാജധാനിയുടെ ഉള്ളറയിലേക്ക് തന്നെ മണവാളനോട് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഹസിയോയുടെ വിയോഗത്തെക്കുറിച്ച് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ പാവാതിരുമനസിനെ അറിയിച്ചപ്പോൾ തന്നെ സംസ്കാര ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയതോടൊപ്പം പറഞ്ഞ ഒരു വാക്കുണ്ട്. പിതാവിന് നേരത്തെയുള്ള ക്രമീകരണം അനുസരിച്ച് സിസ്റ്ററിന്റെ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ യൂസേബിയോസ് പിതാവിനെ വിളിക്കണം. പിതാവിന് സിസ്റ്റർ ഹസിയോയോട് കൂടുതൽ അടുപ്പമുള്ള ആളാണ്. അഭിമന്യ പിതാവ് ഇപ്പോഴിവിടെ പറഞ്ഞതുപോലെ തന്നെ സെമിനാരി കാലത്ത് തന്നെ കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും കൂടുതൽ സ്വാധീനം ഈ സിസ്റ്ററിൽ നിന്ന് സ്വീകരിക്കാനും ഒക്കെ ഇടയാക്കിയ സാഹചര്യത്തെ നമ്മളോട് അറിയിച്ചുവല്ലോ. ഈ യൂസേബിയോസ് പിതാവിനും നാളെ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം 10 മണിക്ക് അവിടെ ഉള്ളതുകൊണ്ട് സംസ്കാര ശുശ്രൂഷയ്ക്ക് വരാൻ സാധിക്കുകയില്ല. എന്നാൽ ഞാൻ എപ്പോഴെങ്കിലും വന്ന് പ്രിയപ്പെട്ട സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഏറെ തിരക്കുള്ള ദിവസം. ഇന്നത്തെയും തൻ്റെ കൃത്യനിർവഹങ്ങളെല്ലാം അതെല്ലാം പൂർത്തിയാക്കിയിട്ട് പാറശാലയിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുവാന്, പ്രത്യേകിച്ച് രണ്ടാമത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് അഭിമന്യ പിതാവ് ഇവിടെ എത്തി. പിതാവ് പ്രാർത്ഥിച്ച് നല്ല ഒരു സന്ദേശം നൽകി നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ട സിസ്റ്റർ നല്ല ഓർമ്മകളെ നമ്മളോട് പങ്കുവച്ചു. അഭിമന്യ പിതാവിനോട് പ്രത്യേകിച്ചും ഈ പ്രോവിൻസിലൂടെ ആയിരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലങ്കര മെഡിക്കൽ വില്ലേജ് ബ്രിക്കൻ കോളേജിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസച്ചൻ ഇവിടെ എത്തിയിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഇവിടെ ഏത് സിസ്റ്റേഴ്സിൻ്റെ വിയോഗത്തിലാണെങ്കിലും എല്ലാത്തിനും ഇവിടെ ഓടിയെത്താറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, നമ്മെ ബലപ്പെടുത്താറുണ്ട്. പ്രിയപ്പെട്ട ജോസച്ചനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഓർ
മായയിമ്പം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം മായയിമ്പം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം നായകനാമെന്റെ മന്നനെയോ തുഞ്ഞാൻ തൻ തിരുനാമത്തിനാ നായകനാമെന്റെ മന്നനെയോ തുഞ്ഞാൻ തൻ തിരുനാമത്തിനാ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു നാഥനും സാധുവില്ല സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട സിസ്റ്റർ അശ്വയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാമത്തെ ശുശ്രൂഷ നമ്മളിവിടെ നിർവഹിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഡാനിയൽ മണിലച്ചൻ, നാലാഞ്ചിറ ഇടവകാധികാരി അച്ഛനാണ് നേതൃത്വം നൽകുന്നത്. ഒപ്പം സ്നേഹബഹുമാനപ്പെട്ട ഡാമിനച്ചൻ ബഥനി ബഹുമാനപ്പെട്ട യശ്വനച്ചൻ ബഥനി നഗർ ആശ്രമത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവജീവൻ പ്രോവിൻസിൻ്റെ മൈനർ സെമിനാരിയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിളസനച്ചൻ നഗർ ആശ്രമത്തിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. നാലാഞ്ചിറ ദേറ ആശ്രമത്തിൻ്റെ പ്രൊപ്പറേറ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആബേലച്ചൻ, നാലാഞ്ചിറ ആശ്രമത്തിലെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ വാർഡനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്തുരാജച്ചൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും ഞങ്ങളിലേക്കും ചെയ്യപ്പെടുമാറാകണമേ. പ്രാപിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ സന്യാസിനിയെ വീണ്ടുകൊള്ളണമേ. ഈ സന്യാസിനി നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ. എത്ര ദിനം എന്നാത്മാവിൽ വ്യഥയുണ്ടാകും ഹലേ